ശ്രീ ഷാജികുമാർ, മുഹമ്മദ് സൂസർ, ഒരുപാട് നാളുകൂടി വളരെ ഗംഭീരമായൊരു വായനാ അനുഭവം തന്ന പുസ്തകത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ശരിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ, നമ്മൾ അദ്ദേഹം പോവാണ്, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ രംഗങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിലുള്ള കാരണം കൊണ്ടല്ല. മലയാള സിനിമയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഭാഷാ ശൈലികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു നടൻ മമ്മൂട്ടിയാണ്. രാജമാണിക്യത്തിലൂടെ നല്ല തിരുവനന്തപുരം ശൈലിയിലും, പുത്തൻ മണത്തിലൂടെ കാസർഗോഡൻ ശൈലിയിലും, ഇതിനിടയ്ക്കുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളിലെയും ഭാഷാ ശൈലികൾ വളരെ ഗംഭീരമായിട്ട് നമുക്ക് മുന്നിലെ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഒരു നടനാണ് മമ്മൂട്ടി. ആ ഭാഷയോട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷകൾ കേൾക്കാനുള്ള ഇഷ്ടങ്ങൾ കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൂടിയത്. അതേ ഒരു ഇഷ്ടം ഈ പുസ്തകത്തിനോട് തോന്നിയത് ഈ കാസർഗോഡൻ ശൈലിയിലുള്ള, കാസർഗോഡൻ ഭാഷയിലുള്ള എഴുത്തിലാണ്. ആ ഒരു എഴുത്ത്, ആ ഒരു ഭാഷയോടുള്ള ഇഷ്ടം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. രുചികളോട്, ഭക്ഷണത്തോട് ഒരു വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വിദേശത്തായിരിക്കുന്ന സമയത്തും അവിടെയുള്ള ഒരുമാതിരിപ്പെട്ട റെസ്റ്റോറൻറ്റുകളിലൊക്കെ മനോഹരമായി രുചികരമായി ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതൽ കാസർഗോഡുകാരാണ്. ഫലൂഡകൾ, ജ്യൂസുകൾ, പിന്നെ മന്തി, അങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണം. ഇവിടെ വരുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ സംസം മുതൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുടെ അടുക്കളയും അരങ്ങും ഒക്കെ ഭരിക്കുന്നതും റെസ്റ്റോറൻറ്റുകൾ ഏറ്റെടുത്ത് നടത്തുന്നതും ഒക്കെ കാസർഗോഡുകാരാണ്. അപ്പോൾ ആ രുചിയുടെ കൂടെ ഉള്ളൊരു ഇഷ്ടം കാസർഗോഡൻ ഭാഷയോട് എനിക്കുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം വായിച്ച് ആസ്വദിച്ച് തുടങ്ങിയപ്പോൾ ആ രുചി കൂടിയാണ് ഞാൻ അനുഭവിച്ചത്. ഇനി പുസ്തകത്തിനെ കുറിച്ച്, സാധാരണ നമ്മളൊരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ സ്പർശനത്തിലൂടെ അനുഭവിക്കുമെന്ന് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൂടി ഒരു പുസ്തകം കയ്യിലെടുത്തപ്പോൾ സ്പർശനത്തിലൂടെ ആ പുസ്തകത്തിനെ അറിഞ്ഞത് ഈ പുസ്തകം മരണവംശമാണ്. ഈ പുസ്തകമായിട്ട് അജയൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാനന്ന് എൻ്റെ വീട്ടിലില്ലായിരുന്നു, മറ്റൊരു ആവശ്യമായിട്ട് പുറത്തായിരുന്നു. പിന്നെ അജയനെ തേടി ഞാനും, എന്നെ തേടി അജയനും നടക്കുമായിരുന്നു പുസ്തകം കളക്ട് ചെയ്യാൻ. അവസാനം കുമാരനാശാന്റെ ജന്മവാർഷിക ദിനത്തിൽ രാത്രി നടക്കുന്ന കഥാപ്രസംഗ വേദി വെച്ചിട്ടാണ് അജയനും ശ്രീ മുഹമ്മദിനെയും ഞാൻ കാണുന്നത്. അപ്പോൾ ശ്രീ മുഹമ്മദിന് വേണ്ടി കൊണ്ടുവന്ന പുസ്തകം അജയൻ എനിക്ക് അവിടെ വെച്ച് മുഹമ്മദിന്റെ കയ്യിൽ നിന്ന് വാങ്ങി എനിക്ക് തരികയായിരുന്നു. ആ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ളൊരു ഒരു അനുഭവം, ഞാൻ നിന്ന സ്ഥലത്തിന്റെ ആണോ, ആ പുസ്തകത്തിനുള്ളിലിരിക്കുന്ന കഥയുടെയാണോ, ആ പുസ്തകം അറിയാനുള്ള എൻ്റെ ഒരു ആകാംക്ഷയുടെ ആണോ എന്നറിയില്ല, എന്തോ ഒരു ഫീൽ എനിക്ക് ആ സ്പർശനത്തിൽ തന്നെ ആ പുസ്തകത്തിൽ നിന്ന് കിട്ടി. പിന്നെ വായിച്ചു തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഇത്രയും കാലത്തെ 10-51 വർഷത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും ഗംഭീരമായ ഒരു പുസ്തകം എന്ന് പറയുന്നത് മഹാഭാരതമാണ്. ഇന്നും വായിച്ചു തീരാൻ പറ്റാത്ത, വായിക്കുന്തോറും അർത്ഥതലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. മഹാഭാരതത്തിനെ കുറിച്ച് ധാരാളം ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഒരുപാട് മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നായകരും നായികമാരും ഒക്കെ ആക്കിയിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും പലരും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും പലരും എഴുതും. എന്നാൽ രാമായണത്തിനെ അധികരിച്ച് അത്രയും അധികം പുസ്തകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അധികമാനം അതിലേക്കൊന്നും സ്പർശിക്കാൻ പോയിട്ടില്ല. രാവണനെ കുറിച്ചോ സീതയെ കുറിച്ചോ ഒക്കെ ചില പുസ്തകങ്ങൾ, പിന്നെ രാമനെ കുറിച്ചൊക്കെ ചില കവിതകളൊക്കെ ഒഴുക്കി മാറ്റി നിർത്തിയാൽ മഹാഭാരതത്തിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ള എഴുത്തിനോട് തുല്യം നിൽക്കുന്ന ഒരു എഴുത്ത് ലോകത്തുള്ള ഒരു ഇതിഹാസങ്ങളെ കുറിച്ചും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മരണവംശം എന്ന പുസ്തകവും അതിന്റെ ഒരു അടിസ്ഥാനം, അതിന്റെ ബേസ്മെന്റ്, അടിത്തറ കെട്ടിയിരിക്കുന്നത് മഹാഭാരതത്തിൽ നിന്ന് തന്നെ. അത് ശ്രീ ഷാജികുമാറോടെ പറയുകയും ചെയ്യും. പിന്നെ മഹാഭാരതം നിങ്ങൾക്കറിയാം, ചോരയുടെ ഇതിഹാസം, കൊല്ലിന്റെയും കൊലയുടെയും പകയുടെയും രതിയുടെയും എല്ലാം കൂടെ കൂടിക്കലർന്നൊരു സംഭവമാണ് മഹാഭാരതം. ഇന്ന് നമ്മുടെ ഒരു കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യാവസ്ഥയുടെ ശരിക്കുള്ളൊരു പരിച്ഛേദമാണ് ഈ മരണവംശത്തിൽ ഷാജികുമാർ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സിനിമകൾ എടുത്താൽ പോലും നമ്മുടെ ആസ്വാദനം എന്ന് പറയുന്നത് അതിഭീകരമായ പൈശാചികമായിട്ടുള്ള ക്രിമിനൽ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ നാൾ മുമ്പ് കിൽ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമ കണ്ടിരുന്നു. ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയ വയലൻസ് ആണ് സിനിമ. പക്ഷെ ആ സിനിമ 700 കോടി 800 കോടിയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ കാണുകയും അതിനെക്കുറിച്ച് റിവ്യൂകൾ ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് 1000 കോടിയോ മറ്റോ കളക്ട് ചെയ്ത അനിമൽ എന്ന് പറയുന്ന രൺവീർ കപൂറിന്റെ സിനിമ കണ്ടവർക്കറിയാം, വയലൻസിന്റെ അങ്ങേയറ്റമാണ്. ഇങ്ങ് സൗത്തിലേക്ക് വന്നാൽ രജനീകാന്തിന്റെ ജയിലർ എന്ന് പറയുന്ന ഒരു സിനിമ, അതിലൊരു സീനുണ്ട്, രണ്ടുപേര് രജനീകാന്തിനെ ഫോളോ ചെയ്ത് വരുന്നു. പുള്ളി ഒരു വണ്ടിയുടെ അടുത്തെത്തിയിട്ട് ഡോറ് തുറന്നിട്ട്
ഒരു വെട്ടുകത്തി എടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞൊരാളുടെ തല അങ്ങ് വെട്ടിക്കളയും. ആ വെട്ടിക്കളയുന്ന സീനിൽ ആ ബോഡി അവിടെ നിൽക്കുകയും തല താഴെ കിടക്കുകയും ചോര വാർന്ന വാളുമായിട്ട് പുള്ളി നിൽക്കുന്നതൊക്കെ സാധാരണ മുമ്പൊക്കെ ഫിലിമുകളിൽ ഇതൊക്കെ ബ്ലർ ചെയ്തോ എന്തെങ്കിലും തരത്തിൽ കാണിക്കാറ്. ഇത് വളരെ എന്താണ് നല്ല VFX ഒക്കെ ചെയ്തിട്ട് കാണുന്ന ആളിന് വളരെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന തരത്തിലാണ് അതിന്റെ വിഷ്വൽസ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലേക്കുള്ള ഒരു ആസ്വാദന തലം നമ്മുടെ സിനിമകളിലൂടെയൊക്കെ തന്നെ മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതവും വ്യത്യസ്തമാണ്. കഴിഞ്ഞൊരു ഒരാഴ്ചക്ക് മുമ്പ് വിഴിഞ്ഞത്ത് ഒരു ബാറിൽ മദ്യപിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ചെറിയൊരു സംസാരം ഉണ്ടാവുകയും റോഡിലിറങ്ങി ആ സംസാരത്തിന്റെ പേരിൽ ഒരാളെ നട റോഡിലിട്ട് പരസ്യമായി ചവിട്ടിക്കൊല്ലുകയും ചെയ്തൊരവസ്ഥ. കഴിഞ്ഞ ദിവസം കോട്ടയത്തിനടുത്തോ എറണാകുളത്തിനടുത്തോ ഒരു മകൻ അമ്മയെ കുത്തിക്കൊന്നിട്ട് അയൽക്കത്ത് വീട്ടിൽ ചെന്ന് പറയുന്നു, ഞാൻ എൻ്റെ അമ്മയെ കുത്തിക്കൊന്നിട്ടുണ്ട്, ഇനി ഞാൻ എൻ്റെ അച്ഛനെയും കൊല്ലും എന്ന് പറഞ്ഞ് അയാളെ പോലീസ് സ്റ്റേഷനിൽ ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ. ശരിക്ക് ഈ മരണവംശം എന്താണോ അതിനകത്തൂടെ പറഞ്ഞു പോകാൻ അല്ലെങ്കിൽ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്, അത് നമ്മുടെ സൊസൈറ്റിയിൽ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റ് തലങ്ങളിലൂടെ. അതാണ് അതിന്റെ ആ ചോരക്കളിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഭാഷയെക്കുറിച്ച് ആദ്യം പറഞ്ഞു, പിന്നെ അതിനകത്തുള്ള പലരും ഇപ്പൊ പറഞ്ഞ രതി വർണ്ണനകളെ കുറിച്ച്. നമ്മൾ പമ്മനെയും അയ്യനത്തിനെയൊക്കെ വായിച്ചിരുന്ന കാലഘട്ടത്തിൽ പരസ്യമായിട്ട് ഈ പുസ്തകങ്ങളൊന്നും എടുത്ത് വായിക്കാൻ പറ്റും. പമ്മന്റെ ഒരു പുസ്തകം നമ്മുടെ കയ്യിലിരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ തൊട്ട് പലരും നമ്മളെ കളിയാക്കുകയോ അല്ലെങ്കിൽ വീരമായി നോക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പുച്ഛത്തോടെ കാണുകയൊക്കെ ചെയ്യുന്നുള്ളത്. കേരള ശബ്ദം എന്ന് പറയുന്നൊരു വീക്കിലി, അതിലാണ് അയ്യനയത്തിന്റെ തുടർച്ചയായിട്ടുള്ള നോവലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതിനകത്ത് പുള്ളി എഴുതി വെക്കുന്ന സാധനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ കേരള ശബ്ദം ഞാൻ കാണുന്ന എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മാവൻ വായിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ പുള്ളി അവിടെ ഉള്ളപ്പോൾ എനിക്കിതെടുത്ത് വായിക്കാൻ പറ്റും. കാര്യം പുള്ളി ഞാൻ ഇത് വായിക്കാനാണോ എടുക്കുന്നതെന്ന് സംശയിച്ചാലോ എന്ന് തിരക്കി ശരിക്കും ഞാൻ അയ്യനയത്തിന്റെ നോവൽ വായിക്കാനാണ് ഈ കേരള ശബ്ദം തപ്പിപ്പിടിച്ചെടുത്ത് വായിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ രചനകളും അല്ലെങ്കിൽ രചനകൾക്കകത്തുള്ള പുസ്തകങ്ങൾക്കകത്തുള്ള രതിയെക്കുറിച്ചുള്ള വർണ്ണനകളും ഒക്കെ ഒരുപാട് മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഭരതന്റെ സിനിമകളിലൊക്കെ നമ്മൾ രതി കാഴ്ചകൾ കാണിച്ചു തരാറ്. ഒരു വളരെ ഗോപ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും അതിൽ കാണിക്കുന്നില്ലെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ട് രതിയുടെ അല്ലെങ്കിൽ ആ ലൈംഗികതയുടെ ഒരു ആവിഷ്കാരം വളരെ ഭംഗിയായിട്ട് അതിൽ കാണിക്കാറുണ്ട്. ഇപ്പൊ വരുന്ന പല പുസ്തകങ്ങളിൽ ഇപ്പൊ രാജശ്രീ എഴുതിയ നമ്മൾ മുമ്പ് കഴിഞ്ഞ മാസം ചർച്ച ചെയ്ത ആത്രേയകത്തിലായാലും ഇവിടെ ഷാജികുമാറിന്റെ മരണവംശത്തിലായാലും ഒട്ടും അശ്ലീലമല്ലാത്ത രീതിയിൽ വളരെ മനോഹരമായ തരത്തിലാണ് രതിയെ വർണ്ണിച്ചിട്ടുള്ളത്. മുമ്പ് നമ്മൾ മലയാള സിനിമകളോ അല്ലെങ്കിൽ തമിഴ് സിനിമകളോ ഒക്കെ കാണുമ്പോൾ അതിനകത്തൊരു രതിയുടെ ഒരു രംഗം ഉണ്ടെങ്കിൽ അതൊരു ബലാസംഗമോ ഒരു അറ്റാക്ക് അങ്ങനെയുള്ളൊരു തരത്തിലായിരിക്കും അങ്ങനെയുള്ള കാഴ്ചകൾ കാണുക. അത് പിന്നെ കുറെ കഴിഞ്ഞ് ഭരതൻ സിനിമകളിലൂടെയാണ് പ്രണയത്തിന്റെ ഏറ്റവും വലിയ ആവിഷ്കാരം അല്ലെങ്കിൽ ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്നുള്ള രീതിയിൽ രതിയെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഷാജികുമാറിന്റെ പുസ്തകത്തിലെ രതി വർണ്ണനകൾ ഒട്ടും അരോചകമായോ ഒട്ടും കൂടുതലായോ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത്രയും ഭംഗിയായിട്ട് രതിയെ എഴുതാൻ കഴിയും എന്നുള്ളത് ഈ പുസ്തകം കൂടെ വായിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഓർത്ത കാര്യമാണ്. പിന്നെ ഇതിനകത്തുള്ളത് മഹാഭാരതത്തിലെ ഇരാവാന്റെ ഒരു സൂചന ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇരാവാനെ ചതിയിലൂടെയാണ് കൊന്നതെന്നൊക്കെയുള്ള കാര്യമെല്ലാം അറിയാം. ഇരാവാന്റെ തല പൊട്ടിത്തെറിച്ച ചോരയുടെ തുള്ളികളിൽ നിന്നാണ് പോരുകോഴികൾ ഉണ്ടായത് എന്നുള്ള തരത്തിലാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പോരുകോഴികളെ നിങ്ങൾക്കറിയാം, പോരുകോഴികളെ പോരിന് ഉപയോഗിക്കുന്നത്, ഈ പോരുകോഴികളെ പരിശീലിപ്പിക്കുന്നത് അതിന്റെ കാലിലെ വിരലുകളിൽ മൂർച്ചയുള്ള കത്തി പോലുള്ള ആയുധങ്ങൾ നാം പോലുള്ള സാധനങ്ങൾ കെട്ടിവെച്ച് അതിന്റെ തന്നെ ജനസിൽപ്പെട്ട മറ്റൊരു കോഴിയുമായി പോരാട്ടത്തിലേക്ക് വിടുന്നത്, പരസ്പരം ആക്രമിച്ച് ഈ കോഴികളിൽ ഒന്ന് മരിക്കുന്നത് കാഴ്ചക്കാരായ മനുഷ്യർ ആസ്വദിക്കുന്നതുമൊക്കെയാണ് ഈ കോഴിപ്പോരെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മനുഷ്യന്റെ മനസ്സിലും വന്യതയും പൈശാചികതയും മൃഗീയതയും ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടി ആസ്വാദനത്തിന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കോഴിപ്പോരുകൾ പോലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ച് ഈ നമ്മുടെ സ്നേഹത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിനായിട്ടോ എന്തിനൊക്കെ വളർത്തേണ്ട പക്ഷികളെ പരസ്പരം യുദ്ധം ചെയ്യിച്ച് ചോര വീഴ്ത്തി അത് ചോര വാർന്ന് മരിക്കുന്നത് കണ്ടാസ്വദിക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥ, അതിനെ മറ്റൊരു തരത്തിൽ ഈ പുസ്തകത്തിലൂടെ നമുക്ക് തന്നെ കാണിച്ചു തരാനൊരു ശ്രമം ശ്രീ ഷാജികുമാർ നടത്തി. പിന്നെ ഈ കോഴിപ്പോരിൽ പങ്കെടുക്കുന്ന കോഴികൾ കിട്ടിയിരിക്കുന്ന പേരുകൾ, ശരിക്കും ഞാൻ പേരുകൾ വായിച്ചപ്പം വടക്കൻ പാട്ടില് തച്ചോളിയതനൻ, ആരോമൽ ചേകവർ എന്നുള്ള പേരുകൾ വായിക്കുന്ന പോലെയുള്ളൊരു
ഫീലാണ് എനിക്ക് തോന്നിയത്. ശരിക്ക് എന്താണ്, തനിക്ക് വേണ്ടി അല്ലാതെ കാശിന് വേണ്ടിയോ അല്ലെങ്കിൽ നാടുവാഴിയുടെ ക്രെഡിറ്റിന് വേണ്ടിയോ ഒക്കെ യുദ്ധം ചെയ്ത് തമ്മിൽ തല്ലി ചത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ചത്തുകൊണ്ടിരുന്ന പഴയ കാലത്തെ ഈ വടക്കൻ പാട്ടിലെ വീരനായകന്മാരെ താരതമ്യപ്പെടുത്തി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ കഥ, ഈ കോഴികളുടെ കഥാപാത്രം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. വളരെ മനോഹരമായി, ഗംഭീരമായി, അത്യുജ്വലമായ ഒരു ഭാഷാശൈലിയിൽ തലമുറകൾ നീണ്ടു നിൽക്കുന്ന, അല്ലെ തലമുറകൾക്ക് വായന സൗഖ്യം നൽകാൻ കഴിയുന്ന തരത്തിലൊരു പുസ്തകം മലയാളത്തിന്, മലയാള ഭാഷയ്ക്ക് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ശ്രീ ഷാജികുമാറിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അദ്ദേഹത്തിന് ഇതിലും മനോഹരമായ ഗംഭീരമായ പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം പ്രയത്നിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. വളരെ നന്ദിയുണ്ട്, സ്നേഹം.